എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്നു കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാനൊരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്, എനിക്കറിയാം സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണിയെന്താ? കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് നട്ടെടുക്കുക, ആരോടും ദേഷ്യന്റെ തെരഞ്ഞു പിടിച്ച് അവരെ നേരെ പെറ്റിച്ച് കൊടുക്കുക. കള്ളും കുറിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ലേ മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലക്കുന്നോടാ നീ. പിടി സാറേ, പ്രശ്നം നമ്മളെ കയ്യിൽ കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോൻ സാറേ, കൂത്തുപറമ്പിൽ കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയതും കാണിക്കാം. ഇത് പൂര കുഴപ്പാവും, ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിന് വേണ്ടി ഏത് അറ്റം വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയ പറഞ്ഞിട്ട് എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ടത്. സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ടങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇത് ഇവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക്. അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ?
ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിനതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിൽ ഓടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. സാർ കുറച്ചു നേരമല്ലോ അവിടെ കിടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന് ഇന്നലെ വന്നിനേനു. കൊടുക്കാം രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ചേച്ചി ഈടെ ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ. ഞാൻ ഇവിടെയുണ്ട് ചേച്ചി. രാജേഷ് ചേട്ടൻ ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായിപ്പോയി. പാവ എന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതിനെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല, പാർട്ടിയാ തരുന്നത്. അങ്ങനെ കാണാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും. എല്ലാരും വാ വാ വാ. പോകുന്നേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരൂന്ന് അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷമായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. ആ സൈസ എന്നാ വിളമ്പിക്കോ. എടുക്കാം. ബിരിയാണിയാ? ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ. വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാ. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇമാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളെ ആളെ മോശമില്ലല്ലോ.
നമ്മൾ കുറച്ച് ഗവൺമെന്റ്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. വീട്ടിൽ പറഞ്ഞു മുന്നേറ്റം നമുക്ക് ആരാന്ന് എനിക്കറിയാം. വീടിന് വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏടുന്ന കിട്ടിയ ആളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എന്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാ ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരത്യാവശ്യ കാര്യമാണ്. ഡ്യൂട്ടിയിലാണ്. ഓലക്കാണ് ഡ്യൂട്ടി. നിങ്ങൾക്ക് കാറ്റുണ്ടാ? അയാൾ ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്കും 2 അടിച്ചിട്ട് പോയിക്കോ. അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിന്. മുകുന്ദൻ ഒതിർക്കല്ലാത്ത ചെറ്റ. ആ ഓ മാത്രല്ല, ഓന്റെ പാർട്ടിക്കാരും. അല്ല, നിങ്ങള് എന്തെന്നാടെ വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യം ജീവിക്കണ്ടേ? അതുകൊണ്ട് സഖാവെങ്കിൽ സഖാവ്. വയസ്സേ 36. പാനൂരുകാരനായിട്ട് പെണ്ണും കിട്ടുന്നില്ല. കുരിപ്പ്. നിങ്ങൾക്ക് വേണ്ട? എന്റെ പൊന്നയ്യപ്പദാസെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നേർച്ച കേസാ. ഏത് നിമിഷം തീരും. ഒരകലം പാലിച്ച് നടന്നു. കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗവൺമെന്റാണോ നോക്കൂല. ഏടുന്നു എപ്പോഴും എന്തു സംഭവിക്കാം. ചിലപ്പോ ഇപ്പോ ഈ കല്യാണം വിട്ടുന്നായിരിക്കും പെട്ടെന്നൊരു ബോംബ്. ഇയാൾ ആരെന്ന് നീ വിചാരിച്ചേ? 90 മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാൾതാ. പന്ന്യന്നൂർ മുകുന്ദൻ. ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രനു, പക്ഷെ ഇപ്പം പെട്ട്. ഏത്? നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വിനോദ് വധക്കേസ് 2-3 കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്ത് കളഞ്ഞില്ലേ? അതിൽ 9ാം പ്രതി അയാൾ. അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ്. അപ്പൊ അവര് വെറുതെ വിടുമോ? നാളെ അതിന്റെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന. സൂക്ഷിച്ചോ. സഖാക്കളെ, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ, പാനൂർ ഏരിയ കമ്മിറ്റി. പിന്നെ ജില്ലയിലെ 2 പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിനാഥപക്ഷമെന്നും മുകുന്ദപക്ഷമെന്ന പേരിൽ വിഭാഗീയത വളർത്താൻ ബൂർഷ്വാ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി. ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം 17-ാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായിരിക്കും. വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും. ഹലോ, അയ്യപ്പദാസല്ലേ? അതെ. എന്താ? ഹലോ, വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പാനൂര് ഏരിയ സമ്മേളനം മേൽപ്പറഞ്ഞ തീയതികളിൽ പരാതികൾക്ക് ഇടവരുത്താതെ വിജയകരമായി പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. നിങ്ങൾക്ക് ബാങ്ക് പോകണമെന്നല്ല പറഞ്ഞത്? വീട് അറിയിക്കോ, ഈ വഴിയാണ്. ശരി.
ഞാൻ പറഞ്ഞില്ലേ, ഇതാ നമ്പർ. 2-3 ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൊരു തോന്നൽ. ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം. നമ്മളെ ബിനീഷിൻ്റെ ആടെ. അത് വിട്, അത് നമുക്ക് നോക്കാം. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. ഏട്ടാ, ആഹാ കോയിക്കാല്. 17 സമ്മേളനം. ഇപ്രാവശ്യം നല്ല കളറായിരിക്കും. നിന്റെ സഖാവ് തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം. മൂപ്പർക്ക് ഇപ്പം എന്തുന്നാ മൈലേജ്, എന്തുന്നാ ഫാൻസ്. ദാസന് ഫുട്ബോൾ ഇഷ്ടമോ? കളിക്കാറുണ്ട്. ഇത് കണ്ടാ മാഷേ, ലാഹോറിലെ യുവജന സഖാക്കള് ഡൽഹി മാർച്ച്. ഫോട്ടോ നോക്ക്. എനിക്കെന്താടാ ഇത്ര പുച്ഛം? അതല്ല, ലാത്തി കണ്ടിട്ട് മുട്ടടിച്ചിട്ട് അവിടെ നോട്ടം കണ്ട. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീരി ഉള്ളത്? ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ? സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യമുള്ളൂ. അതെന്ത് വർത്താനാ മാഷേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടേണ്ടിയൊക്കെ വരും. ആര് ഭരിച്ചാലും പോലീസ് പോലീസാണേ. നമ്മുടെ അനുഭവം തന്നെ നോക്കിയാ പോരെ. മുകുന്ദ സാഹവനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരാ ഭരിക്കുന്നേ? നമ്മള്. അതോ ഭരണം മാറിയോ? പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം. എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം. പിന്നെ മാഷേ, നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവരുത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സഖാവേ, പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്ത അട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട്. വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ, സുരക്ഷിത സ്ഥാനത്തെത്തിയവർ. എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത്. ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ലു തകർത്തിട്ടുണ്ട്. ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നിനു വേണ്ടിയല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പ് ഉള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ്, അറുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ട്. ജീവിക്കുന്നവരിലും ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ. നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി. നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു. നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും. മറക്കരുത്, മറന്നു പോകരുത്.